അതെ, ഞാനേ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു നല്ലൊരു ഇത് പൊരിച്ചെടുക്കാം. അതിൻ്റെ മസാല ഞാൻ അരച്ചെടുക്കാൻ പോകുന്നതാണ്. പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, ഉപ്പ്, മുളക് പൊടി, പിന്നെ കുറച്ച് ഉലുവപ്പൊടി, പിന്നെ ഇത് കുരുമുളക് പൊടി, ഇത്രയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനം ഞാൻ അരച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കും. അതിനുശേഷം നമ്മളിത് പൊരിച്ചെടുക്കും കേട്ടോ. ഇത് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലോണം നമ്മൾ ഈ ഫിഷിലേക്ക് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു സാധനം കൂടെ ഞാൻ ചേർത്തിരുന്നത്, നമുക്കിഷ്ടം വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങൻ്റെ നീരോ 1 ടീസ്പൂണ് അത് ചേർത്തിട്ടാണ് ഇത് അരച്ചത് കേട്ടോ. നാരങ്ങയാണെങ്കിൽ നമ്മൾ അരയ്ക്കുമ്പോൾ ചേർക്കണ്ട, അതിന് ശേഷം ചേർത്താൽ മതി. ഇത് ഞാനിപ്പോൾ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവാം കേട്ടോ. ഞാൻ പാൻ വെച്ചു, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഓരോ മീൻ എടുത്ത് അതിനകത്ത് വെക്കും കേട്ടോ. മീൻ ഞാൻ വെച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനത് ഒന്ന് മൂടി വെക്കണം. അപ്പുറത്ത് മീൻകറി തിളച്ചുകൊണ്ടിരിക്കുക, അതിനകത്ത് തേങ്ങ അരച്ച് ചേർത്താൽ മതി. അത് ഫിനിഷാവും. അങ്ങനെ നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് അതിനെ ഫ്രൈ ചെയ്തെടുത്ത് നല്ലപോലെ. ഞാൻ ഇവിടെ കറി വെച്ചില്ല, കറിയുമായി, മീൻ കറിയുമായി, അങ്ങനെ മീൻ ഫ്രൈയുമായി. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ലേ? എന്തുകൊണ്ടാ നമ്മൾ ഇതുപോലെ എപ്പോഴും ഒരേ സ്റ്റൈലല്ലേ നമ്മൾ ചെയ്യുന്നത്? ഇടയ്ക്കൊന്ന് ഇങ്ങനെയൊക്കെ മാറ്റിയിട്ട് നല്ല കഷ്ണം മീനൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കട്ടോ. അടിപൊളി ലുക്കില്ലേ? അടിപൊളിയല്ലേ? എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എളുപ്പമാണ്, ഒരു കുഴപ്പം ഉണ്ടാവില്ല. അടിപൊളി ടേസ്റ്റാണ്. നല്ല കഷ്ണം മീൻ കിട്ടുമ്പോൾ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ബൈ.